തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗി അനുഭവിച്ചത് നരകയാതന. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങിയത്. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം ആരും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഒരുപാട് തവണ ലിഫ്റ്റിൽ തട്ടി വിളിച്ചു നോക്കി, പക്ഷേ ആരും എത്തിയില്ല. ഇതോടുകൂടി രവീന്ദ്രൻ നായർ പരിഭ്രാന്തിയിലായി. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ലിഫ്റ്റിൽ കുടുങ്ങിയ നിലയിൽ രവീന്ദ്രൻ നായരെ കണ്ടെത്തുമ്പോൾ വയോധികൻ മലമൂത്ര വിസർജനത്തിൽ കിടക്കുകയായിരുന്നു. 2 രാത്രിയും 1 പകലും രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങി. ശനിയാഴ്ച രാവിലെയാണ് നടുവേദനയ്ക്ക് ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിൽ രവീന്ദ്രൻ നായർ എത്തിയത്. ഡോക്ടറെ കണ്ടു. ചികിത്സയുടെ രേഖകൾ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന ശേഷം രവീന്ദ്രൻ നായർ തിരികെ ആശുപത്രിയിൽ എത്തിയതാണ്. 1-ാം നിലയിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ലിഫ്റ്റിൽ കയറിയ സമയത്താണ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായത്. മുകളിലേക്ക് ഉയർന്ന ലിഫ്റ്റിന്റെ പ്രവർത്തനം പൊടുന്നനെ നിലച്ചു. ലിഫ്റ്റിലുണ്ടായിരുന്ന അലാം സ്വിച്ച് നിരവധി തവണ അമർത്തിയെങ്കിലും ആരും വന്നില്ല. ലിഫ്റ്റിലുണ്ടായിരുന്ന ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ആരും ഫോൺ എടുത്തില്ല എന്നും രവീന്ദ്രൻ നായർ പറയുന്നുണ്ട്. കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ പരിഭ്രാന്തിയിലായപ്പോൾ ആ ഫോൺ നിലത്ത് വീണു പൊട്ടിപ്പോയി. ഇതോടുകൂടി ആരെയും വിളിക്കാനും സാധിച്ചില്ല. രവീന്ദ്രൻ നായരെ കാണാതായതോടുകൂടി കുടുംബം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു. തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത്. ഇന്ന് രാവിലെ ഓപ്പറേറ്റർ എത്തി ലിഫ്റ്റ് തുറന്നപ്പോൾ അവശ നിലയിലായിരുന്നു രവീന്ദ്രൻ നായർ. ലിഫ്റ്റിന് മുന്നേ തകരാറുണ്ടായിരുന്നുവെന്നാണ് ഓപ്പറേറ്റർ പറയുന്നത്. എന്നാൽ തകരാറിലുള്ള ലിഫ്റ്റിന് മുന്നിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നില്ല എന്ന് രവീന്ദ്രൻ നായരുടെ കുടുംബം പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രവീന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ തീരുമാനം. രവീന്ദ്രൻ നായരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.